ജോൺസ് ഹോപ്കിൻസ് സർവകലാശാലയിലെ ഗവേഷകർ നടത്തിയ CT സ്കാനിൽ ജുവാനിറ്റയുടെ മരണകാരണം തലയുടെ പിൻഭാഗത്തേറ്റ ഗുരുതരമായ പരിക്കാണെന്ന് കണ്ടെത്തി. മനുഷ്യചരിത്രത്തിലെ പഴക്കം ചെന്ന നരബലികളിൽ ഒന്ന്. എന്തെങ്കിലും ലഹരിമരുന്ന് നൽകി മുട്ടുകുത്തി നിർത്തിയ ശേഷം ദൈവങ്ങൾക്കായി ആ 15-കാരിയെ തലക്കടിച്ച് കൊന്നതായിരിക്കാം എന്നാണ് അനുമാനം. ജുവാനിറ്റയെ കണ്ടെത്തുമ്പോൾ ശരീരം മുഴുവൻ കയർ കൊണ്ട് കൂട്ടിക്കെട്ടി മുഖം മറച്ച നിലയിലായിരുന്നു. കുട്ടികളെ ബലിയർപ്പിക്കുന്നതിലൂടെ മാതാപിതാക്കൾക്ക് സമൂഹത്തിൽ ബഹുമാനവും കൊല്ലപ്പെടുന്നവർക്ക് അനിർവചനീയമായ മരണാനന്തര ജീവിതവും ലഭിക്കുമെന്നാണ് ഇൻകകൾ വിശ്വസിച്ചിരുന്നത്. നരബലിക്ക് ഇരയാകുന്ന കുട്ടി ദൈവമായി മാറുകയും ദൈവത്തിനു മുന്നിൽ ജനങ്ങളുടെ മധ്യസ്ഥരായി തലമുറകളോളം ആരാധിക്കപ്പെടുകയും ചെയ്യുമത്രേ. ജുവാനിറ്റയുടെ മുഖം ഗവേഷകർ വർഷങ്ങൾക്ക് മുന്നേ പുനർനിർമ്മിച്ചിരുന്നു. സിലിക്കോൺ കൊണ്ട് നിർമ്മിച്ച പ്രതിമയിൽ അവളുടെ കവിൾത്തടങ്ങളും കറുത്ത കണ്ണുകളും ടാൻ ചെയ്ത ചർമ്മവും ജീവനുള്ള കാലത്ത് അവൾ എങ്ങനെയായിരുന്നുവെന്ന് വ്യക്തമാക്കുന്നു. ശരീര സ്കാനുകൾ, DNA പഠനങ്ങൾ, വംശീയ സവിശേഷതകൾ, പ്രായം, നിറം എന്നിവ മുഖനിർമ്മാണത്തിനായി ഉപയോഗിച്ചിരുന്നു. ഹിബ്രുവിലും സ്പാനിഷിലും ജുവാനിറ്റ എന്ന പേരിന് ദൈവത്തിൽ നിന്നുള്ള സമ്മാനം എന്നും അർത്ഥമുണ്ട്. സ്വന്തം മനുഷ്യരാൽ കൊല്ലപ്പെട്ട ആ പെൺകുട്ടി ദൈവത്തോട് തന്റെ ജനങ്ങൾക്കായി മധ്യസ്ഥം പറഞ്ഞോ എന്നറിയില്ല. പക്ഷേ ഒന്നു മാത്രം അറിയാം, നൂറ്റാണ്ടുകളായി തുടർന്നുകൊണ്ടിരിക്കുന്ന അന്ധവിശ്വാസങ്ങളുടെയും ആഭിചാരങ്ങളുടെയും ആദ്യത്തെ ഇരയായിരുന്നില്ല ആ പെൺകുട്ടി.